ബുക്കുകളിലൊക്കെ പെട്ടെന്ന് വായിച്ചതോ എഴുതിയതോ ആയ പേജ് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ബുക്ക് മാർക്ക് വെക്കാറുണ്ടല്ലേ. ഇത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്താലോ? ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നൂല്, പെയിന്റ്, ബ്രഷ്, കട്ടിയുള്ള പേപ്പർ പഞ്ചിങ് മെഷീൻ എന്നിവയാണ്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇവിടെ നല്ല കട്ടിയുള്ള ഒരു കലണ്ടർ പേപ്പറാണ് ഇത് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 10 സെന്റിമീറ്റർ വീതിയും 19 സെന്റിമീറ്റർ നീളവുമുള്ള ചതുര പേപ്പറായിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. കൃത്യമായിട്ട് നടുക്ക് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ഭാഗം കുറച്ചൊരു ഡിസൈനിൽ വെട്ടിയെടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് കറുത്ത പെയിന്റ് വെച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പെയിന്റ് ഉണങ്ങിയ ശേഷം പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡിസൈൻ ചെയ്യാനായിട്ട് വ്യത്യസ്ത നിറത്തിലുള്ള പെയിന്റുകൾ എടുക്കണം. പിന്നെ കുറച്ച് വ്യത്യസ്ത ആകൃതിയിലുള്ള മിററുകളും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു വലിയ മിററും ഒരു ചെറിയ മിററും ഇങ്ങനെ ഇടവിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിനു ചുറ്റും മഞ്ഞ നിറത്തിലുള്ള പെയിന്റ് കൊണ്ട് ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി വെള്ള നിറത്തിൽ മഞ്ഞയ്ക്ക് ചുറ്റും വീണ്ടും ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി ഒരു വൃത്തത്തിന് ചുറ്റും നീല നിറത്തിലും അടുത്ത വൃത്തത്തിന് ചുറ്റും ചുവന്ന നിറത്തിലും ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നീല കളറിനുള്ളിൽ ചുവപ്പും ചുവപ്പിനുള്ളിൽ നീല പെയിന്റും വെച്ചിട്ട് വീണ്ടും ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇനി മഞ്ഞ പെയിന്റ് വെച്ച് ഇടവിട്ട് ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ഇങ്ങനെയാക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുള്ളിലായിട്ട് ഗോൾഡൻ കളർ കൊണ്ട് വീണ്ടും ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. വലിയ വൃത്തം അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ചെറിയ വൃത്തത്തിന് ചുറ്റും മഞ്ഞ നിറം കൊണ്ട് വീണ്ടും ഡോട്ടുകൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു വെള്ള കല്ലൊട്ടിക്കുക. അതിനു ചുറ്റും മഞ്ഞ, ചുവപ്പ്, ഗോൾഡൻ എന്നീ നിറങ്ങളിൽ ഡോട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇവിടെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഗോൾഡൻ പെയിന്റ് വെച്ച് ഇതിന് ചുറ്റും ബോർഡർ വരയ്ക്കാം. ഇവിടെ ചുറ്റും ബോർഡർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു നൂലെടുത്ത് ഈ നൂല് ആദ്യം ഉണ്ടാക്കിയ ഹോളിലൂടെ തൂക്കിയിടാം. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ തയ്യാറാണ്. വളരെ ഭംഗിയുള്ള ഒരു ബുക്ക് മാർക്കാണിത്. ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ബുക്ക് മാർക്കും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നല്ല കട്ടിയുള്ള പേപ്പറും പെയിന്റും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ബുക്ക് മാർക്ക് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇടവേളകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.